നഹൂം പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ നിന്നുള്ള പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചോദ്യോത്തരങ്ങളിലൂടെ ഈ ഗ്രന്ഥം പഠിക്കാം. ആദ്യം അധ്യായത്തിന്റെ സംഗ്രഹം നോക്കാം. സമ്മറി. അശൂരിന്റെ തലസ്ഥാനമായിരുന്നു നിനവെ. ഈ അധ്യായം നിനവയുടെ ആക്രമണത്തിന്റെയും അതിന്റെ പതനത്തിന്റെയും വിവരണം നൽകുന്നു. അവരുടെ ക്രൂരത, അഹങ്കാരം എന്നിവയ്ക്ക് പ്രതികാരം ചെയ്യാൻ ദൈവം ബാബിലോണിനെയും മേദ്യരെയും അയക്കുന്നു. ഒരിക്കൽ അഭിമാനിയായ ഒരു സിംഹത്തിന്റെ ഗുഹ പോലെ ആയിരുന്ന നിനവെ ശൂന്യമാക്കപ്പെടുകയും നിക്ഷേപങ്ങൾ കൊള്ളയടിക്കപ്പെടുകയും ആളുകൾ ചിതറിക്കപ്പെടുകയും ചെയ്യുന്നു. ഒരിക്കൽ അശൂർ മറ്റുള്ളവരോട് ചെയ്തത് ഇപ്പോൾ അവരോട് മറ്റുള്ളവരും ചെയ്യുന്നു എന്ന് പ്രവാചകൻ പറയുന്നു. ഇനി ആദ്യത്തെ ചോദ്യം, നിനവയ്ക്കെതിരെ കയറി വരുന്നത് ആര്? ഉത്തരം, സംഹാരകൻ. 2-ാം അധ്യായം 1-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, നിനവയ്ക്കെതിരെ കയറി വരുന്ന സംഹാരകൻ ആര്? ഉത്തരം, ബാബിലോണിന്റെയും മേദ്യയുടെയും സൈന്യം. 2-ാം അധ്യായം 1-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, സംഹാരകനെതിരെ നിനവയ്ക്ക് നൽകുന്ന 4 നിർദ്ദേശങ്ങൾ ഏതെല്ലാം? നിനവയ്ക്ക് നൽകുന്ന 4 നിർദ്ദേശങ്ങൾ. ഉത്തരം, 1 കോട്ട കാത്തുകൊള്ളുക, 2 വഴി സൂക്ഷിച്ച് നോക്കുക, 3 അര മുറുക്കുക, 4 നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക. 2-ാം അധ്യായം 1-ാമത്തെ വാക്യം. ചോദ്യം, ആരുടെ മഹിമയാണ് യഹോവ യഥാസ്ഥാനത്താക്കുന്നത്? ഉത്തരം, യാക്കോബിന്റെ മഹിമയെ. 2-ാം അധ്യായം 2-ാമത്തെ വാക്യം. ചോദ്യം, യാക്കോബിന്റെ മഹിമയെ യഹോവ എന്തിന്റെ മഹിമയെ പോലെ യഥാസ്ഥാനത്താക്കും? ഉത്തരം, ഇസ്രായേലിന്റെ മഹിമയെ പോലെ. 2-ാം അധ്യായം 2-ാമത്തെ വാക്യം. ഇവിടെ യാക്കോബ് എന്ന പദം യഹൂദ ദേശത്തെയും ഇസ്രായേലിനെയും സൂചിപ്പിക്കുന്നു. ചോദ്യം, യാക്കോബിന്റെ മഹിമയെ നശിപ്പിച്ചു കളഞ്ഞു എന്ന് സൂചിപ്പിക്കുവാൻ ഉപയോഗിച്ചിരിക്കുന്നത് എങ്ങനെ? ഉത്തരം, മുന്തിരിവള്ളികളെ നശിപ്പിച്ചു കളഞ്ഞുവല്ലോ. 2-ാം അധ്യായം 2-ാമത്തെ വാക്യം. ചോദ്യം, യാക്കോബിന്റെ മഹിമയെ നശിപ്പിച്ചു കളഞ്ഞ ശത്രുക്കളെ പരാമർശിക്കുന്ന പദം ഏത്? ഉത്തരം, പിടിച്ചുപറിക്കാർ. 2-ാം അധ്യായം 2-ാമത്തെ വാക്യം. ചോദ്യം, ആരുടെ കൈവശമുള്ള പരിചയാണ് ചുവന്നിരിക്കുന്നത്? ഉത്തരം, വീരന്മാരുടെ. 2-ാം അധ്യായം 3-ാമത്തെ വാക്യം. ചോദ്യം, അവന്റെ വീരന്മാരുടെ പരിച ചുമപ്പിച്ചിരിക്കുന്നു. ആരുടെ വീരന്മാരാണ് ഇവർ? ഉത്തരം, നിനവയ്ക്ക് നേരെ വരുന്ന സംഹാരകന്റെ. 2-ാം അധ്യായം 3-ാമത്തെ വാക്യം. 3-ാം വാക്യം മുതൽ നിനവയ്ക്കെതിരെ സംഹാരകന്റെ വരവിനെ കുറിച്ച് പറയുന്നു. ബാബിലോന്യരും മേദ്യരും സംയുക്തമായി വരുന്നു. ചോദ്യം, നിനവയ്ക്ക് നേരെ വരുന്ന സംഹാരകന്റെ പ്രത്യേകതകൾ എന്ത്? ഉത്തരം, വീരന്മാർ, പരാക്രമശാലികൾ. 2-ാം അധ്യായം 3-ാമത്തെ വാക്യം. ചോദ്യം, ധൂമ്ര വസ്ത്രം ധരിച്ച് യുദ്ധത്തിൽ നിൽക്കുന്നത് ആര്? ഉത്തരം, പരാക്രമശാലികൾ. 2-ാം അധ്യായം 3-ാമത്തെ വാക്യം. മേദ്യർക്ക് ഈ നിറം വളരെ ഇഷ്ടമായിരുന്നുവെന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ യുദ്ധത്തിൽ രക്തരൂക്ഷിതമായ സാഹചര്യത്തെയും സൂചിപ്പിക്കുന്നു. ചോദ്യം, പരാക്രമശാലികളുടെ സന്നാഹ ദിവസത്തിൽ രഥങ്ങൾ എങ്ങനെ ജ്വലിക്കുന്നു? ഉത്തരം, ഉരുക്കലകുകളാൽ ജ്വലിക്കുന്നു. 2-ാം അധ്യായം 3-ാമത്തെ വാക്യം. ചോദ്യം, രഥങ്ങൾ ചടുചട ചാടുന്നത് എവിടെ? ഉത്തരം, തെരുക്കളിൽ. 2-ാം അധ്യായം 4-ാമത്തെ വാക്യം. ചോദ്യം, തീപ്പന്തങ്ങളെ പോലെ ഓടുന്നതായി പ്രവാചകൻ ദർശിക്കുന്നത് എന്ത്? ഉത്തരം, രഥങ്ങൾ. 2-ാം അധ്യായം 4-ാമത്തെ വാക്യം. ചോദ്യം, അങ്ങും ഇങ്ങും ഓടുന്ന രഥങ്ങളെ പ്രവാചകൻ ദർശിച്ചതെവിടെ? ഉത്തരം, വീഥികളിൽ. 2-ാം അധ്യായം 4-ാമത്തെ വാക്യം. ചോദ്യം, തീപ്പന്തങ്ങളെ പോലെ പ്രവാചകൻ കാണുന്നത് എന്ത്? ഉത്തരം, രഥങ്ങൾ. 2-ാം അധ്യായം 4-ാമത്തെ വാക്യം.
ചോദ്യം, രഥങ്ങൾ എന്തുപോലെ ഓടുന്നതായി പ്രവാചകൻ ദർശിക്കുന്നു? ഉത്തരം, മിന്നൽ പോലെ. 2-ാം അധ്യായം 4-ാമത്തെ വാക്യം. ചോദ്യം, നടക്കയിൽ ഇടറിപ്പോകുന്നത് ആര്? ഉത്തരം, കുലീനന്മാർ. 2-ാം അധ്യായം 5-ാമത്തെ വാക്യം. ഈ വാക്യം അശൂരിന്റെ തലസ്ഥാനമായ നിനവെ ഓർപ്പിക്കുന്നു. ചോദ്യം, അശൂരിന്റെ കുലീനന്മാർ ബന്ധപ്പെട്ട് ചെല്ലുന്നത് എവിടേക്കാണ്? ഉത്തരം, മതിലിങ്കലേക്ക്. 2-ാം അധ്യായം 5-ാമത്തെ വാക്യം. ചോദ്യം, മതിലുകൾ സംരക്ഷിക്കാൻ ബന്ധപ്പെട്ട് ചെല്ലുന്നത് ആരാണ്? ഉത്തരം, കുലീനന്മാർ. 2-ാം അധ്യായം 5-ാമത്തെ വാക്യം. ചോദ്യം, പ്രവാചകൻ ആൾമറ കെട്ടിയിരിക്കുന്നതായി കാണുന്നത് എവിടെയാണ്? ഉത്തരം, മതിലിങ്കൽ. 2-ാം അധ്യായം 5-ാമത്തെ വാക്യം. ചോദ്യം, നിനവയുടെ നാശത്തിന് നദികൾ എന്തു ചെയ്യുന്നു? ഉത്തരം, ചീപ്പുകൾ തുറക്കുന്നു. 2-ാം അധ്യായം 6-ാമത്തെ വാക്യം. ടൈഗ്രീസ് നദിയുടെ സമീപം സ്ഥിതി ചെയ്യുന്ന നഗരമാണ് നിനവെ. ചോദ്യം, നിനവയിൽ നിന്ന് എന്താണ് അഴിഞ്ഞു പോകുന്നത്? ഉത്തരം, രാജമന്ദിരം. 2-ാം അധ്യായം 6-ാമത്തെ വാക്യം. ചോദ്യം, ദാസിമാർ മാറത്തടിക്കുന്നതിനെ എന്തിനോട് ഉപമിച്ചിരിക്കുന്നു? ഉത്തരം, പ്രാവ് കുറുകും പോലെ കുറുകിക്കൊണ്ട്. 2-ാം അധ്യായം 7-ാമത്തെ വാക്യം. ചോദ്യം, നിനവയെക്കുറിച്ചുള്ള നിർണയം എന്താണ്? ഉത്തരം, അനാവൃതമായി പോകേണ്ടി വരും. 2-ാം അധ്യായം 7-ാമത്തെ വാക്യം. ചോദ്യം, പുരാതനമേ ഒരു ജലാശയം പോലെയായിരുന്ന രാജ്യം ഏത്? ഉത്തരം, നിനവെ. 2-ാം അധ്യായം 8-ാമത്തെ വാക്യം. ചോദ്യം, ജലാശയം ഓടിപ്പോകുന്നത് എന്തിനെ അർത്ഥമാക്കുന്നു? ഉത്തരം, നിനവെ ജനങ്ങൾ യുദ്ധത്തിൽ ഓടിപ്പോകുന്നതിനെ. 2-ാം അധ്യായം 8-ാമത്തെ വാക്യം. ചോദ്യം, നിനവയിൽ നിന്നും ശത്രുക്കൾ എന്തെല്ലാം കൊള്ളയിടുന്നു? ഉത്തരം, വെള്ളി, പൊന്ന്. 2-ാം അധ്യായം 9-ാമത്തെ വാക്യം. ചോദ്യം, നിനവയുടെ സാമ്പത്തിക നിക്ഷേപങ്ങൾ ഏതെല്ലാം? ഉത്തരം, വെള്ളിയും പൊന്നും വീട്ടുസാമാനങ്ങളും സകലവിധ മനോഹര വസ്തുക്കളായ സമ്പത്തും. 2-ാം അധ്യായം 9-ാമത്തെ വാക്യം. ചോദ്യം, യുദ്ധത്തിനും കൊള്ളയിടലിനും ശേഷം നിനവയുടെ അവസ്ഥ എന്തായിരിക്കുന്നു? ഉത്തരം, പാഴും വെറുമയും ശൂന്യവും ആയിരിക്കുന്നു. 2-ാം അധ്യായം 10-ാമത്തെ വാക്യം. ചോദ്യം, യുദ്ധത്തിനും കൊള്ളയിടലിനും തുടർന്ന് നിനവയിൽ ശേഷിക്കുന്നവരുടെ അവസ്ഥ എന്ത്? ഉത്തരം, ഹൃദയം ഉരുകിപ്പോകുന്നു, മുഴങ്കാൽ ആടുന്നു, എല്ലാ അരകളിലും അതിവേദന ഉണ്ട്, എല്ലാവരുടെയും മുഖം വിളറിയിരിക്കുന്നു. 2-ാം അധ്യായം 10-ാമത്തെ വാക്യം. ചോദ്യം, നഗരത്തിന്റെ സമ്പൂർണ്ണ ശൂന്യതയെയും അതിൽ ശേഷിച്ചവരുടെ തളർച്ചയെയും നിസ്സഹായതയെയും പ്രവാചകൻ സൂചിപ്പിക്കുന്ന വാക്യം ഏത്? ഉത്തരം, നഹൂം. 2-ാം അധ്യായം 10-ാമത്തെ വാക്യം. ചോദ്യം, ആരും ഭയപ്പെടുത്താതെയുള്ള നിനവയെ വർണ്ണിക്കുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന കാട്ടുജന്തുക്കൾ ഏതെല്ലാം? ഉത്തരം, സിംഹവും സിംഹിയും ബാലസിംഹവും. 2-ാം അധ്യായം 11-ാമത്തെ വാക്യം. ചോദ്യം, ആരും ഭയപ്പെടുത്താതെയുള്ള നിനവേ ദേശത്തെ വർണ്ണിക്കുന്നത് എങ്ങനെ? ഉത്തരം, സിംഹഗുഹയും ബാലസിംഹങ്ങളുടെ മേച്ചിൽപ്പുറവും. 2-ാം അധ്യായം 11-ാമത്തെ വാക്യം. ചോദ്യം, സിംഹത്തെ ആലങ്കാരികമായി ഉദ്ധരിച്ച് നിനവയുടെ സ്ഥാനം എവിടെയെന്നാണ് പ്രവാചകൻ ചോദിക്കുന്നത്? ഉത്തരം, സിംഹഗുഹ. 2-ാം അധ്യായം 11-ാമത്തെ വാക്യം. ചോദ്യം, ബാലസിംഹങ്ങളെ ഉദ്ധരിച്ച് നിനവയെ വിളിക്കുന്നത് എന്ത്? ഉത്തരം, മേച്ചിൽപ്പുറം. 2-ാം അധ്യായം 11-ാമത്തെ വാക്യം. ചോദ്യം, സിംഹം മതിയാകുവോളം കടിച്ചുകീറി വെക്കുന്നത് ആർക്ക്?
ഉത്തരം തൻ്റെ കുട്ടികൾക്ക്. 2-ാം അധ്യായം 12-ാമത്തെ വാക്യം. ചോദ്യം: സിംഹം ഞെക്കിക്കൊല്ലുന്നത് ആർക്കു വേണ്ടിയായിരുന്നു? ഉത്തരം സിംഹിക്ക്. 2-ാം അധ്യായം 12-ാമത്തെ വാക്യം. സിംഹി എന്നത് നിനവെ രാജാവ് കഴിഞ്ഞുള്ള അടുത്ത വ്യക്തിയെ സൂചിപ്പിക്കുന്നു. ചോദ്യം: ഇര കൊണ്ട് തൻ്റെ ഗഹ്വരങ്ങളെയും കടിച്ചു കീറിയതിനെ കൊണ്ട് തൻ്റെ ഗുഹകളെയും നിറയ്ക്കുകയും ചെയ്യുന്നത് ആര്? ഉത്തരം സിംഹം. 2-ാം അധ്യായം 12-ാമത്തെ വാക്യം. ചോദ്യം: ആരാണ് നിനവയ്ക്ക് നേരെ വരുന്നതും അതിൻ്റെ രഥങ്ങളെ ചുട്ട് പുകയാക്കുന്നതും? ഉത്തരം സൈന്യങ്ങളുടെ യഹോവ. 2-ാം അധ്യായം 13-ാമത്തെ വാക്യം. ചോദ്യം: നിനവയിൽ ഇനി ആരുടെ ശബ്ദം കേൾക്കയുമില്ല എന്നാണ് യഹോവ അരുളി ചെയ്യുന്നത്? ഉത്തരം ദൂതന്മാരുടെ. 2-ാം അധ്യായം 13-ാമത്തെ വാക്യം. 2-ാം അധ്യായത്തിൽ നിന്നുള്ള പഠനം ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.